എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ബസ്സിൽ $5 24 മണിക്കൂറിന്. പക്ഷേ ഇവർ പറയില്ല കേട്ടോ. എനിക്ക് ഫിലാഡൽഫിയയിൽ അബദ്ധം പറ്റിയാണോ സംശയമുണ്ട്. ഇവർ പറയില്ല. ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാണ്. ഈ ലേഡി ബസ് വന്ന് നിർത്തിയപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു എയർപോർട്ടിലെ ഒരു ഓഫീസറെയും കൊണ്ട് വന്നു. അയാൾ പറഞ്ഞു എനിക്കറിയില്ല, നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് തിരക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ അയാൾ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അയാൾ ഒരു ലോക്കൽ ബസ്സിൽ, അതായത് ഈ ഇതുപോലുള്ളൊരു ബസ്സിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിലല്ല, ഇപ്പോൾ പുറകെ വേറെ ബസ് വന്നിട്ട് 261 അതിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ചോദിച്ചപ്പോൾ ഈ ലേഡി പറഞ്ഞ് $2 അത് 5 മണിക്കൂർ നേരത്തേക്ക് യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞു അതല്ല, 24 hour പാസഞ്ചർ. ഇല്ല എനിക്കിപ്പോൾ ഫ്രീ ഇല്ല, ഞാനിപ്പം എന്താണ് ഫുഡ് കഴിച്ചിട്ടില്ല, എനിക്ക് റെസ്റ്റാണ് ഈ സമയത്ത്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ വന്നോളൂ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞാൻ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1:45 ഈ ബസ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. ഇവർ ഈ ലേഡീൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ എനിക്ക് ഈ ബസ് കിട്ടരുത്. കിട്ടാതെ ഞാൻ ഇവിടെ തെറ്റിത്തിരിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും വണ്ടിക്ക് എങ്ങനെയും കയറി പോയിക്കോളൂ. അതാണ്. അപ്പോൾ വീണ്ടും ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ 1:45 സോറി 1:45 $2 5 മണിക്കൂർ നേരത്തേക്ക്, $5 24 മണിക്കൂർ നേരത്തേക്കും പാസ് ഉണ്ടല്ലോ. ലെറ്റ് മീ ചെക്ക്, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. അടുത്ത ബസ്സിൽ വേറെ ബസ് വന്നു. അതിൽ കയറി. ഇയാളെ കൊണ്ട് തന്നെ പുറത്ത് തിരിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുന്നില്ല, സത്യം പറയുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു ഇങ്ങനെ $5 ടിക്കറ്റ് പിടിച്ചോന്ന് പറഞ്ഞു. ഇതിനെ അടിച്ചു തന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് 24 hour ഉടനെ ആൾ കുറച്ചൊന്ന് ആലോചിച്ച് വന്ന് അങ്ങോട്ട് കൂടി തിരിഞ്ഞിട്ടേക്ക് 24 hour ഒരെണ്ണം അടിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ വണ്ടി പോവില്ലേ, ഇപ്പോൾ പോവില്ലേ? ഇല്ല ഇപ്പോൾ പോവില്ല, അത് പിന്നെ പോകുന്നു, നമുക്കിപ്പോൾ റെസ്റ്റ് ആവുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് വേണ്ട, വണ്ടി പോകുന്ന വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്തോളാം എന്ന്. എന്നിട്ട് ഞാൻ എന്താക്കി മറഞ്ഞു നിന്നു. അപ്പോൾ ഈ ലേഡി 5 മിനിറ്റ് കഴിഞ്ഞാൽ അവർ പോകും നമുക്കറിയാം. അപ്പോൾ ഇവർ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, അതിനുള്ളിൽ ആരും കയറാനൊന്നും പാടില്ല. 15 മിനിറ്റ് അതിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീ, ഇവിടെ ലോക്കൽ അറിയാവുന്നൊരു സ്ത്രീ വന്ന് ബാഗിൽ വെച്ചതിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാം മറിഞ്ഞു നിന്നു. ടൈമായി. ആ ലേഡി മറ്റേ ലേഡിയെ കയറ്റി കണ്ടപ്പോൾ ഞാൻ ഒന്ന് കയറി. ഞാൻ ഒന്ന് കയറിയിട്ട് $5 കൊടുത്തിട്ട് എനിക്ക് 24 hour പാസ് തരാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അവരുടെ കൈ കൊണ്ട് തന്നെ ആ പൈസ മേടിച്ച് അതിലിട്ട് ഇടാൻ പറഞ്ഞ് ഇട്ട് $5 ടിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് വന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ഇതെന്തിനാണ് ഇവർ ചെയ്യുന്നത്. ഞാനത് മറ്റേ ഇയാളുടെ ഓഫീസറോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എനിക്കറിയാം. കാരണം നിങ്ങളെ ടാക്സി, നിങ്ങളെ റെൻ്റേ കാറുകാരെ പ്രോത്സാഹിപ്പിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇതൊക്കെ ഈ തേർഡ് വേൾഡ് കൺട്രീസിലേ ഉള്ളൂ ഇങ്ങനെയുള്ള ഈ കുഴപ്പങ്ങളും ഇങ്ങനെയുള്ള ചതിവുകളും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക സ്വജന പക്ഷപാതം ഇങ്ങനെ ഉള്ളൂ എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇവിടെ ഈ അമേരിക്കയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ വലിയ സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ ആകെ വിഷമമായി. അപ്പോൾ ഞാൻ വിച്ച് കൺട്രി ബിലോങ്സ്? അപ്പോൾ റൊമേനിയാണ്. ഞാൻ റൊമേനിയയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്കിതിനെക്കുറിച്ച് അറിയാം. ഞാൻ പറയും അത് പറയുന്നത് വെറുതെ. കാരണം അയാൾ ഡ്രൈവർ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുന്നത് ഞാൻ കണ്ടു. ഇത് പറയാൻ നേരത്ത് ഈ ടിക്കറ്റിനെ കുറിച്ച് പറയാൻ നേരം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ ചിരിക്കുക. അത് ചോദിച്ചു. ഇതാണ് ഈ ഇത്തരം ചതിവുകളല്ല. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാൽ ഇത് അറിഞ്ഞിരിക്കും. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാമല്ലോ. വന്ന് എന്നെ ഫിലാഡൽഫിയയിൽ പറ്റിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ബാക്കി എനിക്ക് മയാമിയിൽ ഗ്രേ പാസ് കിട്ടി $6 സംതിങ് 7 അടുത്ത്. ബോസ്റ്റണിൽ $11 കിട്ടി. പക്ഷേ ഫിലാഡൽഫിയയിൽ കിട്ടി. ഇതുപോലെ അവർ ഇങ്ങനെ പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. കാരണം നമ്മൾ വേറെ മദർ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് പൈസ ചിലവായി. കാരണം ഒരുപാട് ബസ്സുകളിൽ കയറി ഞാൻ ട്രാമിൽ മറ്റേതൊക്കെ ട്രെയിനിലൊക്കെ കയറി ഒരുപാട് യാത്ര ചെയ്തു. അപ്പോൾ അതിനൊക്കെ കുറേ പൈസയായി. പക്ഷേ ഇത് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ചീപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ദയവായിട്ട് ഓർക്കണം 261 ഈ ബസ്സിൻ്റെ നമ്പർ. ഇതിൽ കയറി 24 പാസ് തന്നെ ആവശ്യപ്പെടുക. അല്ലെങ്കിൽ അവർ $2 ലോക്കൽ ടിക്കറ്റ് തരും. അതൊന്നും തരില്ല. അവർ നിങ്ങളെ കയറ്റാതെ പോകാനേ നോക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ടാക്സിയിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബസ് സർവീസ് ഉണ്ട്, അതിന് $7 ഒറ്റ ടിക്കറ്റ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ടൈം പാസ് ഉണ്ടാവും, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അവർ പറഞ്ഞില്ല. അപ്പോൾ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിൽ. ഇതൊക്കെയായാലും നമുക്ക് ബാക്കി അടുത്ത ഇതിൽ പറയാം. ഇവിടെ ഗുഹകളൊക്കെ വരാൻ തുടങ്ങി.